ഹായ് ഗൈസ്, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓണം എക്സാമിന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുകയാണത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ അല്ല, വലിയ വലിയ ആൻസേഴ്സ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ് എന്നാണ്. കാറ്റിന്റെ ഉറവിടം തേടി. അപ്പൊ പേരിൽ തന്നെയുണ്ട്, ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെയുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ആരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? കാറ്റിനെ പറ്റിയാണ്. പലതരത്തിലുള്ള കാറ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാറ്റ് എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യണത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ എർത്ത് സർഫസിൽ ചില ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ചില അക്ഷാംശങ്ങളിൽ പ്രഷർ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ എർത്ത് സർഫസിനെ പല പല പ്രഷർ ബെൽറ്റുകളാക്കി ഡിവൈഡ് ചെയ്തു, പല പല മർദ്ദ മേഖലകളാക്കി ഭാഗിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ആളുകളാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഒന്നാമത്തെ പ്രഷർ ബെൽറ്റ് ആണ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. മൂന്നാമത്തത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. നെക്സ്റ്റ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മള്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് മലയാളത്തിൽ പറയുന്നു. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ മലയാളം എന്താ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇനി സബ് പോളാർ ലോ പ്രഷറിന്റെയോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഇനി ലാസ്റ്റ് വരുന്ന ഏതാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പൊ നമ്മൾ പേര് നോക്കിയേ, ഇക്വറ്റോറിയല് ലോയാണ്, പ്രഷർ അവിടെ എന്താ? കുറവാണ്. മധ്യരേഖ ന്യൂനമർദ്ദം, ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മർദ്ദം കുറവാണ് എന്നാണ് അർത്ഥം. ഇനി സബ് ട്രോപ്പിക്കൽ അവിടെ നോക്കി മർദ്ദം എങ്ങനെയാണ്? ഹൈ പ്രഷർ, അവിടെ മർദ്ദം കൂടുതലാണ്. സബ് പോളാറോ? സബ് പോളാർ ലോയാണ്, മർദ്ദം അവിടെ കുറവാണ്. ഇനി പോളാർ എന്താ? അവിടെ ഹൈ ആണ്, മർദ്ദം അവിടെ കൂടുതലാണ്. നമ്മൾ ഇതിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിക്കേണ്ടത് എന്തുകൊണ്ട് ചില പ്രഷറിൽ മർദ്ദം കുറഞ്ഞു, എന്തുകൊണ്ട് ചില പ്രഷറിൽ പ്രഷർ കുറഞ്ഞു, ചില സ്ഥലത്ത് പ്രഷർ കൂടുതലാണ്, എന്തുകൊണ്ടാണ് അതെന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് നോക്കാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അവിടെ മർദ്ദം എന്താ? കുറവാണ്. എന്തുകൊണ്ടാണ്? അതിനു മുന്നേ എവിടെയാണ് ഈ സംഭവം സിറ്റുവേറ്റ് ചെയ്യണമെന്ന് പഠിക്കണം. എത്ര ഡിഗ്രിയിലാണ് അത് കാണുന്നത് എന്ന് പഠിക്കണം അല്ലെ? എത്ര ഡിഗ്രിയിലാ? 5 ഡിഗ്രി നോർത്തിലും 5 ഡിഗ്രി സൗത്തിലുമായിട്ടാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കാണുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാണുന്നത് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, വർഷം മുഴുവനും ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ വർഷം മുഴുവനും ഇവിടെ സൺറൈസ് അല്ലെങ്കിൽ സൂര്യപ്രകാശം വെർട്ടിക്കലാണ് ലഭിക്കുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തനെയാണ്. നോക്കിയേ, നമ്മുടെ സൺറൈസ് എങ്ങനെ കിട്ടുന്ന പറയുന്നത് കുത്തനെയാണ് ലഭിക്കുന്നത്. കുത്തനെ ലഭിക്കുമ്പോൾ ആ പ്രദേശത്തെ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടുതലായിരിക്കും? ചൂട് കൂടുതലാണ്. ഓക്കെ, ചൂട് കൂടുന്നു, ഹൈ ടെമ്പറേച്ചർ ആവും. ചൂട് കൂടുമ്പോൾ അവിടെയുള്ള വായുവിനെല്ലാം എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വായുവിനെല്ലാം എന്ത് സംഭവിക്കും? വായുവെല്ലാം എക്സ്പാൻഡ് ചെയ്യും. വായുവെല്ലാം എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിക്കുന്നു. വികസിച്ച് കഴിഞ്ഞാൽ അതിന് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവായിരിക്കും. ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ അതെല്ലാം എവിടേക്ക് പോകും? മുകളിലോട്ട് ഉയർന്നു പോകുന്നു. അപ്പൊ കാറ്റ് അവിടെ ഉണ്ടോ? ഇല്ല, കാറ്റുകളെല്ലാം മുകളിലോട്ട് ഉയർന്നു പോയി. കാറ്റുകൾ ഇല്ലെങ്കിൽ അവിടെ ഏത് പ്രഷർ ആയിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതമാണ്. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, താപം കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റില് വർഷം മുഴുവനും സൂര്യപ്രകാശം എങ്ങനെയാണെന്ന് ലഭിക്കുന്നത്? വെർട്ടിക്കലി, കുത്തനെയാണ്. അപ്പൊ അവിടെ ചൂട് കൂടുതലല്ലേ? ചൂട് കൂടിക്കഴിഞ്ഞാൽ മർദ്ദം അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുക? അവിടെയുള്ള വായുവെല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നു, വികസിച്ച് ഡെൻസിറ്റി ഭാരം കുറഞ്ഞ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പ്രഷർ ആവാൻ കാരണം? ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദമാവാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണ് പറയുന്നത്? ഇവിടുത്തെ കാറ്റുകളെല്ലാം മുകളിലോട്ട് ഒരുപാട് ഉയർന്നു പോകുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ
മേഖലയ്ക്ക് മറ്റൊരു പേരുണ്ട്. ആ പേരാണെന്ന് പറയുന്നത് ഡോൾ ഡ്രം എന്ന് പറയും. അതിന്റെ പേരെന്താണ്? ഡോൾ ഡ്രം, അല്ലെങ്കിൽ മലയാളത്തിൽ നിർവാത മേഖല എന്ന് പറയും. എന്താണ് ഈ ഡോൾ ഡ്രം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഡോൾ ഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോൺ വിത്ത് നോ വിൻഡ് എന്നാണ്. എന്താ പറയുന്നത്? സോൺ വിത്ത് നോ വിൻഡ് എന്നാണ്. ആ മേഖലയിൽ എന്തില്ല? കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്നാണ്. അതുകൊണ്ട് തന്നെ കാറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അൻഷ്യൻ മറൈനേഴ്സിന്, അതായത് യാത്ര ചെയ്തിരുന്ന പണ്ടുള്ള ആളുകൾ, യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം എന്താണ്? പേടി സ്വപ്നമായിരുന്നു. കാരണം എന്താണ്? അവിടെ കാറ്റുകളൊന്നും ഇല്ല, ഭയങ്കര നിശബ്ദമായ ഒരു പ്രദേശമാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള യാത്രികർക്ക് എന്തായിരുന്നു? ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രഷർ ബെൽറ്റ് ആണ് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് ഇത് കാണുന്നേ? 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്ത് അക്ഷാംശത്തിലാണ് കാണുന്നത്. 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങളിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നേ. ഇനി ഇവിടെ എന്തുകൊണ്ട് ഹൈ പ്രഷർ ആയി? എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഉച്ചമർദ്ദമാകാൻ കാരണം? കാരണം എന്താ? അടിയിൽ നിന്ന് നമ്മുടെ അടിയിലത്തെ പ്രഷർ ബെൽറ്റ് ഏതായിരുന്നു? അടിയിലത്തെ മർദ്ദ മേഖല ഏതായിരുന്നു? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അല്ലെ. അവിടെ നിന്ന് ഹോട്ട് എയർ വരുന്നുണ്ട്, അവിടെ നിന്ന് ചൂട് കാറ്റ് വരുന്നുണ്ട്. ഈ കാറ്റ് അവിടെ തന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ തന്നെ സബ്സൈഡ് ചെയ്യുന്നു, അടിഞ്ഞുകൂടുന്നു. അതുകൊണ്ടാണ് അവിടെ ഏത് പ്രഷർ ആവാൻ കാരണം? ഹൈ പ്രഷർ ആവാൻ കാരണം. ഓക്കെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആവാൻ കാരണം എന്താണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഹോട്ട് എയർ എന്താ പറയാ അസെൻഡ് ചെയ്ത് വരുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട് അല്ലെ. ഇത് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ സബ്സൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ ഏത് പ്രഷർ ആവാൻ കാരണം? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആവാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് പ്രഷർ ബെൽറ്റ് ആണ് എന്ന് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? ഇത് 60 ഡിഗ്രിയിലാണ് കാണുന്നത്. രണ്ട് സൈഡിലും, രണ്ട് ഹെമിസ്ഫിയറിലും വടക്കും തെക്കുമായിട്ട് 60 ഡിഗ്രിയിലാണ് ഇത് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും സബ് പോളാർ ലോ പ്രഷർ ആവാൻ കാരണം? ശരിക്കും തണുത്ത പ്രദേശത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ. അത് കഴിഞ്ഞാൽ ഇത് പോളാറാണ്, ധ്രുവീയ പ്രദേശങ്ങളാണ്. അപ്പൊ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് ഇത് സബ് പോളാർ. അപ്പൊ ശരിക്കും ഇവിടെ ഹൈ പ്രഷർ അല്ലേ ആവണത്? തണുത്ത പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ അല്ലേ ആവേണ്ടത്? എന്നിട്ടും അവിടെ ലോ പ്രഷർ ആവാൻ കാരണം എന്തായിരിക്കും? അതാണ് പറയുന്നത്. ഇവിടുത്തെ എയർ ഒക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് തണുത്ത എയർ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ എയർ ഒന്നും ഇവിടെ നിൽക്കുന്നില്ല, പകരം എന്ത് ചെയ്യപ്പെടുന്നു? ചുഴറ്റി എറിയപ്പെടുന്നു. ആര് കാരണം? എർത്തിന്റെ റൊട്ടേഷൻ കാരണം, ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടെയുള്ള കാറ്റുകളെല്ലാം ചുഴറ്റി എറിയപ്പെടുന്നു. ത്രോൺ അവേ. ആര് കാരണമാണ്? ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഇവിടെയുള്ള കാറ്റുകളെല്ലാം ചുഴറ്റി എറിയപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ കാറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഏത് പ്രശ്നമാവാൻ കാരണമായത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാവാൻ കാരണം. ഇനി നെക്സ്റ്റ് എന്താണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രഷർ ആവാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് നോക്കിയേ, ഈ സോൺ എത്ര ഡിഗ്രിയിലാണ് കാണുന്നേ? 90 ഡിഗ്രിയിലാണ്. നമുക്കറിയാം ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ പോളാർ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം വർഷം മുഴുവൻ അവർക്ക് എന്ത് തന്നെയാണ്? തണുപ്പ് തന്നെയാണ്. തണുപ്പാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഏത് പ്രഷർ ആയിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും, കൂടിയ മർദ്ദമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പോളാർ എന്ത് പ്രഷർ ബെൽറ്റ് ആവാൻ കാരണം? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉച്ചമർദ്ദമാകാൻ കാരണം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും രണ്ട് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ പറ്റി എഴുതാൻ ചോദിക്കും കേട്ടോ. ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താന്ന് നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടോ. List out the global pressure belt. Explain any two global pressure belt. List out the global pressure belt എന്ന് പറയുമ്പോൾ ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാം എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ എല്ലാത്തിന്റെയും പേര് എഴുതണം. എന്നിട്ട് പേര് എഴുതിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? Any two global pressure belt. Explain any two global pressure belt എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക? വിശദീകരിക്കാം. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഇനി നമ്മൾക്ക് ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഭാഗം
ദ വിൻഡ്. നമുക്കറിയാം വിൻഡ് എപ്പോഴും സഞ്ചരിക്കുക ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. വിൻഡ് എപ്പോഴും സഞ്ചരിക്കുക ഏത് പ്രഷറിലോട്ടായിരിക്കും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടായിരിക്കും. അതായത് കൂടിയ മർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദത്തിലോട്ടായിരിക്കും വായു സഞ്ചരിക്കുക അല്ലെ. ആ സഞ്ചാരത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് വിൻഡ് അല്ലെങ്കിൽ കാറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ കാറ്റിന്റെ സ്പീഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കുമോ? കാറ്റിന്റെ വേഗത ആയിരിക്കില്ല. എന്തൊക്കെയോ ഫാക്ടേഴ്സ് കാറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കാറ്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ എന്ന് പറയുന്നത്. കാറ്റിന്റെ ഡയറക്ഷൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല. അതും എന്തോ ഫാക്ടർ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കാറ്റിന്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 3 ഘടകങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ മർദ്ദചരിവ് എന്ന് പറയും. അടുത്തത് കൊറിയോളിസ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? കൊറിയോളിസ് ബലം എന്ന് പറയും. മൂന്നാമത്തത് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയും. ഓക്കെ, അപ്പൊ 3 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ കാറ്റിന്റെ ഡയറക്ഷനെയും സ്പീഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആരൊക്കെയാ ഫാക്ടർ? ഒന്നാമത്തത് പ്രഷർ ഗ്രേഡിയന്റ്, രണ്ടാമത്തെ ആരാ? കൊറിയോളിസ് ഫോഴ്സ്, മൂന്നാമത്തെ ആരാ? ഫ്രിക്ഷൻ ആണ്. ഈ 3 പേരുമാണ് കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നടക്കുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് തിരശ്ചീന ചലനത്തില് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ വ്യത്യാസം. ആ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, വ്യത്യാസമാണ്. ആ വ്യത്യാസം എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടലി ആണെങ്കിൽ. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. ആ ചേഞ്ച് എങ്ങനെയായിരിക്കണം? ഹൊറിസോണ്ടലി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സ്ഥലത്തും എന്തായിരിക്കില്ല? അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. പ്രഷർ ചില സ്ഥലത്ത് കൂടുതൽ ഉണ്ടായിരിക്കും, ചില സ്ഥലത്ത് കുറവുണ്ടായിരിക്കും. ആ ഡിഫറൻസ്, ആ ചേഞ്ച് ഹൊറിസോണ്ടലി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദചരിവ്. ഇനി ആ ഡിഫറൻസ് കൂടിയിരിക്കട്ടെ, ആ വ്യത്യാസം കൂടിക്കഴിഞ്ഞാല് ആ സ്ഥലം എങ്ങനെയായിരിക്കും? സ്റ്റീപ്പർ ആയിരിക്കും. പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ മർദ്ദ വ്യത്യാസം കൂടിക്കഴിഞ്ഞാല് ആ സ്ഥലം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്? നല്ല ചരിഞ്ഞായിരിക്കും, സ്റ്റീപ്പർ അല്ലെങ്കിൽ കുത്തനെയായിരിക്കും. കുത്തനെയുള്ള പ്രദേശങ്ങളിലെല്ലാം കാറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേക്കണത്? കാറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ കാറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ആരെന്ന് പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ആണ് കൊറിയോളിസ് ബലം അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? നമുക്കറിയാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറും ഈ ഒരു ഭാഗം ഏത് ഹെമിസ്ഫിയർ ആണ്? സദേൺ ഹെമിസ്ഫിയർ ആണ് അല്ലെ. ഇത് ഉത്തരാർദ്ധഗോളവും ഇതെന്താണ്? ദക്ഷിണാർദ്ധഗോളവുമാണ്. അപ്പോ എന്താണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു ഒബ്ജക്റ്റും ഫ്രീലി മൂവിങ് ബോഡി എന്ന് പറയുമ്പോൾ ഏതൊരു ഒബ്ജക്റ്റും നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ, ഉത്തരാർദ്ധഗോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ വസ്തുക്കളെല്ലാം റൈറ്റിലോട്ട് തിരിയുന്നു. ആ വസ്തുക്കളെല്ലാം എങ്ങോട്ട് തിരിയുന്നു? റൈറ്റിലോട്ട് തിരിയുന്നു. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അതെല്ലാം വലത്തോട്ട് തിരിയും. ദക്ഷിണാർദ്ധഗോളമാണെങ്കിൽ അതെല്ലാം എങ്ങോട്ട് തിരിയുന്ന പറയുന്നത്? ലെഫ്റ്റ്, ഇടത്തോട്ട് തിരിയും. ഇതാര് കാരണം? എർത്തിന്റെ റൊട്ടേഷൻ കാരണം. ഇതാര് കാരണം പറയണത്? എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഏതൊരു ഒബ്ജക്റ്റും ഏതൊരു വസ്തുവും നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ എത്തിയാല് അത് റൈറ്റിലോട്ട് തിരിയും, വലത്തോട്ട് തിരിയും. ദക്ഷിണാർദ്ധഗോളത്തിൽ എത്തിക്കഴിഞ്ഞാല് അതെല്ലാം എങ്ങോട്ട് തിരിയും? ലെഫ്റ്റിലോട്ട് തിരിയും, ഇടത്തോട്ട് തിരിയും. ഇതാര് കാരണം എന്ന് പറയുന്നത്? എർത്തിന്റെ റൊട്ടേഷൻ കാരണം. ഈ ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ബലത്തെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം ആണെങ്കിൽ അത് എങ്ങോട്ട് തിരിയാ? റൈറ്റ്, വലത്തോട്ട്. ദക്ഷിണാർദ്ധഗോളം അടിയിലത്തത് കേട്ടാ. സദേൺ ഹെമിസ്ഫിയർ ആണ് എങ്ങോട്ട് തിരിയാ? ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തോട്ടാണ്. ഓക്കെ, അത് മാറിപ്പോകരുത്. ഇത് ആര് കാരണമാണ്? എർത്തിന്റെ ഭ്രമണം കാരണമാണ്, എർത്തിന്റെ റൊട്ടേഷൻ കാരണമാണ്. ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കൊറിയോളിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോളിസ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഫെറൽ ലോ? എക്സാമിന് ചോദിക്കാറുണ്ട് കൊറിയോളിസ് ഫോഴ്സിന് പകരം അല്ലെങ്കിൽ ചിലപ്പോൾ ഫെറൽ ലോ ആയിരിക്കും ചോദിക്കുക. 4 മാർക്കിനാണ് ചോദിക്കാറ്. ഫെറൽ ലോ എന്ന് പറഞ്ഞാല് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അഡ്മിറൽ ഫെറൽ ട്ടാ. അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഏതൊരു സംഭവം? നമ്മുടെ
കൊടുത്തു. അപ്പൊ അഡ്മിറൽ ഫെറൽ ആണ് പറഞ്ഞത് എന്തെന്ന് പറഞ്ഞത്, വിൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ലെഫ്റ്റിലോട്ടും തിരിയുന്നു എന്ന് പറഞ്ഞു. ഉത്തരാർദ്ധഗോളം ആണെങ്കിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളം ആണെങ്കിൽ ഇടത്തോട്ടും തിരിയുന്ന കണ്ടെത്തിയ ആളാണെന്ന് പറയുന്നത് അഡ്മിറൽ ഫെറൽ. അദ്ദേഹം കൊണ്ടുവന്ന നിയമത്തെ ഫെറൽ നിയമം എന്ന് വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ കാറ്റിന്റെ ഡയറക്ഷൻ, ദിശയെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ന് പറയുന്നത് കോറിയോളിസ് ബലം അല്ലെങ്കിൽ കോറിയോളിസ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞ പ്രഷർ ഗ്രേഡിനെ എന്തിനെ സ്വാധീനിക്കുന്നതായിരുന്നു, സ്പീഡ് അല്ലെങ്കിൽ വേഗതയെ സ്വാധീനിക്കുന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫ്രിക്ഷൻ ഉണ്ട് കേട്ടോ, ഒരു ഫ്രിക്ഷനും കൂടി ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്, ഒരു ഗ്രിപ്പിനെയാണോ എന്ന് പറയുന്നത് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓഷ്യൻ സർഫസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പ്രദേശമാണെന്ന് വിചാരിക്കുക. സമതല പ്രദേശമോ അല്ലെങ്കിൽ സമുദ്രമുള്ള പ്രദേശമോ ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും, ഫ്രിക്ഷൻ കുറവായിരിക്കും. പക്ഷെ എന്തിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, കാറ്റിന്റെ സ്പീഡ് അവിടെ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കുറവായിരിക്കും, കാറ്റിന്റെ സ്പീഡ് അവിടെ കൂടുതലായിരിക്കും. ഇനി നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണെന്ന് വിചാരിക്കുക, കണ്ടൽ കാടുകളൊക്കെ ആണെങ്കിൽ, നല്ല വനമാണെങ്കിൽ അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൂടുതലാണെന്ന് പറയാം, ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കൂടുതലാണ്, കാറ്റിന്റെ സ്പീഡ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഫ്രിക്ഷനും കാറ്റിന്റെ സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എസ്ഐ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നല്ലേ. ഏതൊക്കെയായിരുന്നു, ഫ്രിക്ഷൻ, പ്രഷർ ഗ്രേഡിയന്റ്, കോറിയോളിസ് ഫോഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രഷർ ഗ്രേഡിയന്റും ഫ്രിക്ഷനും കാറ്റിനെ എന്തിനെ സ്വാധീനിക്കുന്നതാണ്, കാറ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയെ സ്വാധീനിക്കുന്നതാണ്. ഒരു ഫാക്ടർ മാത്രമേ കാറ്റിന്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്നുള്ളൂ, അതാണ് എന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്ലാനറ്ററി വിൻഡ് എന്ന് പറയും. ഓക്കെ, പ്ലാനറ്ററി വിൻസുകൾ ട്ടാ. എന്താണ് ഈ പ്ലാനറ്ററി വിൻസുകൾ എന്ന് പറഞ്ഞാല്, നമ്മുടെ ഗ്ലോബൽ പ്രഷർ അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖല കുറച്ച് മുൻപ് പഠിച്ചില്ലേ, ആ ആഗോള മർദ്ദ മേഖലകളുടെ ഇടയിൽ ഉണ്ടാകുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആഗോള മർദ്ദ മേഖലയുടെ ഇടയിൽ ഒരുപാട് കാറ്റുകൾ ഉണ്ടായിരിക്കും. നമുക്കിവിടെ 3 കാറ്റുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാറ്റാണ് ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദം. നിങ്ങൾ ആലോചിക്കണം, ഈ ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനറ്ററി വിൻഡ് ആണ് ട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആരെ പറ്റിയാണ്, നെക്സ്റ്റ് പഠിക്കാനുള്ളത് വെസ്റ്റേർലീസ്, പിന്നെ പഠിക്കാനുള്ളത് പോളാർ ഈസ്റ്റേർലീസ്. ഈ 3 പേരാണ് പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാനറ്ററി വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 3 ആൾക്കാരെ പഠിക്കാനുണ്ട്. ഒന്ന് ട്രേഡ് വിൻഡ്, മലയാളത്തിൽ വാണിജ്യവാദങ്ങൾ എന്ന് പറയും. രണ്ടാമത്തെ വെസ്റ്റേർലീസ്, പശ്ചിമവാദങ്ങൾ എന്ന് പറയും. മൂന്നാമത്തെ പോളാർ ഈസ്റ്റേർലീസ്, ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ട്രേഡ് വിൻഡ് എന്ന് നോക്കാം. ട്രേഡ് വിൻഡ് നോക്കിയേ, നമ്മൾ ആദ്യത്തെ പിക്ചറിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറിൽ കാണിക്കാം ട്ടാ. ട്രേഡ് വിൻഡ് നിങ്ങൾ നോക്കാം ട്ടാ. ട്രേഡ് വിൻഡ് നമ്മൾ പറഞ്ഞു പ്രഷർ ബെൽറ്റിന്റെ ഇടയിൽ ഉണ്ടാകുന്ന കാറ്റാണെന്ന് പറഞ്ഞു. നോക്കിയേ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും ഇവിടെ കാണാം അല്ലെ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റും കാണാം, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റും കാണാം. അതായത് എന്താണ് നമ്മൾ പറയുന്നത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. കാറ്റ് എപ്പോഴും സഞ്ചരിക്കുക എവിടെ നിന്ന് എവിടേക്കായിരിക്കും, ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ്. അപ്പൊ നോക്കിയേ, ഈ പ്രഷർ ബെൽറ്റില് ഏതിലാണ് ഹൈ പ്രഷർ നോക്കുക, ഇതിലാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്, ഇക്വറ്റോറിയൽ എന്താണ് ലോ പ്രഷർ ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും കാറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക, കാറ്റ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണെന്ന് പറഞ്ഞല്ലേ. പ്രഷർ ബെൽറ്റിൽ ഹൈ പ്രഷർ വന്നേക്കണത് എവിടെയാണ്, സബ് ട്രോപ്പിക്കലിലാണ്. ലോ പ്രഷർ എവിടെ വന്നേക്കണത്, ഇക്വറ്റോറിയലിലാണ്. അപ്പൊ കാറ്റ് എവിടെ നിന്ന് ഇടയ്ക്കായിരിക്കും സഞ്ചരിക്കുക, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലോട്ട് സഞ്ചരിക്കുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നു. അതായത് നമുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുണ്ട്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട്. കാറ്റ് എപ്പോഴും സഞ്ചരിക്കുക ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ടായിരിക്കും. അപ്പൊ എവിടെ നിന്ന് എവിടേക്കായിരിക്കും സഞ്ചരിക്കുക, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ട് കാറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നേ നമ്മുടെ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്, ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ട്രേഡ് വിൻഡ് നമുക്ക് പഠിക്കാനുണ്ട് ട്ടോ. 2 ടൈപ്പ് ട്രേഡ് വിൻഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ട്രേഡ് വിൻഡ് ആണ് എന്ന് പറയുന്നത്
ഒന്നാമത്തെ ട്രേഡ് വിൻഡ് നമ്മുടെ ഏതായിരുന്നു? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട്. വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്. അല്ലെ ഉണ്ടാവില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഇതിന് മുകളിൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെ നിന്നും വാണിജ്യവാദങ്ങൾ വരുന്നുണ്ട്, ഇവിടെ നിന്നും വാണിജ്യവാദങ്ങൾ വരുന്നുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ട്. ഓക്കെ, അതായത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്ന വാണിജ്യവാദങ്ങളെ വിളിക്കുന്ന പേര് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് ട്രേഡ് വിൻഡ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ്. സൗത്ത് ഈസ്റ്റിൽ നിന്ന് വന്നാൽ ആ ട്രേഡ് വിൻഡ് വിളിക്കുന്ന പേരെന്താ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ്. ഈ രണ്ട് ട്രേഡ് വിൻഡും തമ്മിൽ കൺവേർജ് ചെയ്യും, സംയോജിപ്പിക്കും. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വന്നിട്ട് സംയോജിപ്പിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ITCZ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ITCZ. ഫുൾ ഫോം എന്താന്ന് നോക്കിയേ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൺവേർജ് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ITCZ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. മലയാളത്തില് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് വിളിക്കും അല്ലെ? എന്താ വിളിക്കുന്നത്? അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ട്രേഡ് വിൻഡ് പറയുന്നത്. വെസ്റ്റേർലൈസ് അപ്പൊ എവിടെ നിന്ന് എവിടേക്കായിരിക്കും? നെക്സ്റ്റ് പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മർദ്ദ മേഖല എടുക്കാം. എവിടെ നിന്ന് എവിടെയായിരിക്കും പറയണത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റോട് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. ഈ വെസ്റ്റേർലൈസ് എന്നുള്ള പേര് വരാൻ കാരണം ഈ ഒരു കാറ്റിന്റെ ഡയറക്ഷൻ മൊത്തം വെസ്റ്റിലോട്ടാണ്. ഓക്കെ, പടിഞ്ഞാറ് നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാറ്റിന് ഏത് പേര് വരാൻ കാരണം? വെസ്റ്റേർലൈസ് എന്നുള്ള പേര് വരാൻ കാരണം. മറ്റൊരു പോയിന്റ് പറയണത് വെസ്റ്റേർലൈസ് സ്ട്രോങ്ങർ ആയിട്ടുള്ളത് സദേൺ ഹെമിസ്ഫിയറിലാണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ വെസ്റ്റേർലൈസ് ശക്തി പ്രാപിക്കുന്നത്. എന്തുകൊണ്ടാണ്? സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധ ഗോളത്തില് മിക്കതും ഓഷ്യനാണ്, സമുദ്രമാണ്. സമുദ്രമായത് കൊണ്ട് തന്നെ അവിടെ എന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കുറവായിരിക്കും. അപ്പൊ കാറ്റിന് അവിടെ ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് സ്പീഡ് എങ്ങനെയായിരിക്കും? സ്പീഡിൽ വീശാം. അതുകൊണ്ട് വെസ്റ്റേർലൈസ് ഏത് ഹെമിസ്ഫിയറിൽ സ്ട്രോങ്ങർ ആവുന്നു? സദേൺ ഹെമിസ്ഫിയറിൽ സ്ട്രോങ്ങർ ആവുന്നു. എക്സാമിന് ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വെസ്റ്റേർലൈസ് സദേൺ ഹെമിസ്ഫിയറിൽ സ്ട്രോങ്ങർ ആവാൻ കാരണം? എന്തുകൊണ്ടാണ്? സദേൺ ഹെമിസ്ഫിയറിൽ ഒരുപാട് സമുദ്രങ്ങളുണ്ട്. സമുദ്രങ്ങളുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് കുറവാണെന്ന് പറയാം? ഘർഷണം കുറവായിരിക്കും, ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ സ്പീഡ് അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇനി പണ്ടുള്ള യാത്രികര് ഈ വെസ്റ്റേർലൈസിന് പല പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ലാറ്റിറ്റ്യൂഡിനും ഓരോരോ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 40 ഡിഗ്രിയിൽ കണ്ടു കഴിഞ്ഞാല് അതിനെ റോറിംഗ് 40s എന്നാണ് വിളിക്കുക. റോറിംഗ് 40s. 50 ഡിഗ്രി ആണെങ്കിൽ ഈ വെസ്റ്റേർലൈസിനെ വിളിക്കുന്നത് ഫ്യൂരിയസ് 50s എന്നാണ്. ഫ്യൂരിയസ് 50s. 60 ഡിഗ്രി ആണെങ്കിൽ ഈ വെസ്റ്റേർലൈസിനെ വിളിക്കുന്നത് ഷ്രീക്കിംഗ് 60s എന്നാണ്. ഓക്കെ, നമ്മുടെ വെസ്റ്റേർലൈസിനെ പണ്ടുള്ള യാത്രികര് ഓരോ ലാറ്റിറ്റ്യൂഡിലും ഓരോ പേരുകളിലാണ് വിളിച്ചിരുന്നത്. 40 ഡിഗ്രി ആണെങ്കിൽ റോറിംഗ് 40s, 50 ഡിഗ്രി ആണെങ്കിൽ ഫ്യൂരിയസ് 50s, 60 ഡിഗ്രി ആണെങ്കിൽ ഷ്രീക്കിംഗ് 60s എന്നാണ് വിളിച്ചിരുന്നേ. നോക്കാം. അപ്പൊ അടുത്തതാണ് എന്ന് പറയുന്നത് പോളാർ ഈസ്റ്റേർലൈസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് എവിടെ നിന്ന് എവിടേക്ക് വീശുന്നു എന്ന് നമ്മൾ നോക്കണം. അപ്പൊ അവസാനം നിൽക്കുന്ന പ്രഷർ ബെൽറ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി കേട്ടോ. ഏതാണ് പ്രഷർ ബെൽറ്റ്? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട് അല്ലെ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുണ്ട്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട്. അപ്പൊ എവിടെ നിന്ന് എവിടേക്കായിരിക്കും വീശ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലോട്ട് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളാർ ഈസ്റ്റേർലൈസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് വീശുന്നതാണ്? നമ്മുടെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നാണോ? അല്ല, എവിടെ നിന്നാണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ധ്രുവീയ പൂർവ്വവാദം.
പൂർവ്വവാദങ്ങൾ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും പോളാർ ഈസ്റ്റർ ലൈസ് എന്നുള്ള പേര് വരാൻ കാരണം? ഇതിന്റെ ഡയറക്ഷൻ മൊത്തം എങ്ങടാണ്? ഈസ്റ്റിലോട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വരാൻ കാരണം? പോളാർ ഈസ്റ്റർ ലൈസ് എന്നുള്ള പേര് വരാൻ കാരണം ഈ ഒരു കാറ്റ് കുറച്ച് സ്ഥലങ്ങളുടെ ക്ലൈമറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് തീരുമാനിക്കുന്നുണ്ട്. നോർത്തേൺ യൂറോപ്യൻ കൺട്രീസ്, റഷ്യയുടെ ഒക്കെ ക്ലൈമറ്റ് തീരുമാനിക്കുന്ന എന്താണ് പ്രഷർ ബെൽറ്റ് കൂടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർ ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എസ്സേ ആണ്, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് വിൻഡ് എന്ന് പറയും. ഓക്കെ, എന്താണ് പീരിയോഡിക് വിൻഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ചില സമയങ്ങളില് നിശ്ചിത കാലയളവിൽ വീശുന്ന, നിശ്ചിത ഇടവേളകളിൽ വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് വിൻഡ് രണ്ട് രീതിയിലാണ് വരാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് സീസൺ ആയിട്ട് വരും അല്ലെങ്കിൽ ഡ്യൂറണൽ ആയിട്ട് വരും. സീസൺ ആയിട്ട് വരുന്ന ഇന്ന ഋതുക്കളിൽ വരും, അല്ലെങ്കിൽ ഡ്യൂറണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം തന്നെ രാവിലെയും രാത്രിയും ഒക്കെ ആയിട്ട് വരാം. അങ്ങനത്തെ കാറ്റുകളാണ് പീരിയോഡിക് വിൻഡ് എന്ന് പറയുന്നത്. അതായത് നിശ്ചിത ഇടവേളകളിൽ വീശുന്ന കാറ്റാണ് പീരിയോഡിക് വിൻഡ്. ആ പീരിയോഡിക് വിൻഡ് രണ്ട് രീതിയിലാണ് വരിക. ഒന്ന് സീസണലും മറ്റൊന്ന് ഡ്യൂറണലുമാണ്. സീസണലിന് എക്സാമ്പിൾ ആണ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത് മൺസൂൺ വിൻഡിനെ പറ്റിയാണ്. ഈ മൺസൂൺ കാറ്റ് ഉണ്ടാവാനായിട്ട് കാരണം മൂന്ന് പേരാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലെങ്കിൽ സൂര്യന്റെ അയനമാണ്. രണ്ടാമത്തെ കാരണം കൊറിയോളിസ് ബലമാണ്. മൂന്നാമത്തെ കാരണം ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ്. അതായത് നമ്മുടെ എന്താണ് ചൂട് അല്ലെങ്കിൽ താപത്തിലുള്ള വ്യത്യാസമാണ്. മൂന്ന് കാരണങ്ങളാണ് കാരണം കേട്ടോ. ഏതൊക്കെയാണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ പറയുന്നുണ്ട്, കൊറിയോളിസ് ഫോഴ്സ് പറയുന്നുണ്ട്, അടുത്തേതാ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ്. അപ്പാരന്റ് മൂവ്മെന്റ് നമ്മൾ പഠിച്ചിരുന്നല്ലോ. സൂര്യൻ ആപേക്ഷികമായിട്ട് ഉത്തരായന രേഖയിലോട്ടും ദക്ഷിണായന രേഖയിലോട്ടും മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. അതായത് സൺ എന്ത് ചെയ്യുന്നു? അപ്പാരന്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടേക്കൊക്കെ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലോട്ടും കാപ്രിക്കോണിലോട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നേ. ഇനി കൊറിയോളിസ് ഫോഴ്സ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചല്ലേ ഉള്ളൂ. നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും എങ്ങോട്ട് തിരിയും? റൈറ്റ് അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുന്നു. സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധ ഗോളമാണെങ്കിൽ എങ്ങോട്ട് തിരിയുന്നു? ലെഫ്റ്റ് ഇടത്തോട്ട് തിരിയുന്നു. അതാണ് എന്ത്? കൊറിയോളിസ് ബലം അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ്. ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാല് ലാൻഡിലും സീയിലും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല കാറ്റല്ല ചൂട് എന്ന് പറയണത്. ചില സമയത്ത് സീയില് ചൂട് കൂടുതലായിരിക്കും, ലാൻഡിൽ അപ്പൊ കുറവായിരിക്കും. ലാൻഡിൽ കൂടുതലാണെങ്കിൽ എവിടെ കുറവായിരിക്കും? സീയില് കുറവായിരിക്കും. അതാണ് താപത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ മൂന്ന് ആൾക്കാർ കാരണമാണ് മൺസൂൺ ഉണ്ടാകുന്നത്. മൺസൂൺ ഉണ്ടാവും കാരണം ആരൊക്കെയാണ്? അപ്പൊ എക്സാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചോദിക്കാറ്? 3 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. What are the factors responsible for the formation of monsoon wind? മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാൻ കാരണം ആരൊക്കെയാണ് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ കാരണം ആരാണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ആണ്. രണ്ടാമത്തെ കാരണം ആരാണ്? കൊറിയോളിസ് ഫോഴ്സ് ആണ്. മൂന്നാമത്തെ കാരണം ആരാണ്? ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ആണ്. ഇനി ഈ 3 പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഏത് കാറ്റ് ഉണ്ടാവണം പറയാൻ പറ്റും? മൺസൂൺ കാറ്റ് എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, മൺസൂൺ കാറ്റ് ഉണ്ടാവണം നമ്മൾ വേർഡ് ബൈ വേർഡ് പറയുന്നതിന് മുന്നേ ടീച്ചർ എന്താണ് എങ്ങനെയാണ് ഉണ്ടാവണം എന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പ്രഷർ ബെൽറ്റിന്റെ പേരെന്താണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അല്ലെ. അപ്പൊ അവര് പറയാണ് എർത്ത് ഒരിക്കലും നമുക്കറിയാം എന്താ നേരെയല്ലേ ഇരിക്കുന്നവർ എപ്പോഴും എങ്ങനെ ഇരിക്കുക? ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങളില് സൂര്യൻ ഏത് ഹെമിസ്ഫിയറിലാണെന്ന് പറയണത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പൊ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലാകുമ്പോൾ അവിടെ എന്ത് കൂടുതലായിരിക്കും? ഈ സ്ഥലത്ത് ചൂട് കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിൽ എന്ത് കൂടുതലായിരിക്കും? ഹൈ ടെമ്പറേച്ചർ, ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ ഇവിടെയുള്ള ലാറ്റിറ്റ്യൂഡ്സ് എല്ലാം, ഇവിടെയുള്ള അക്ഷാംശമെല്ലാം സ്ലൈറ്റ്ലി ഒന്ന് നീങ്ങും. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ആര് നീങ്ങുന്നു? ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശം കുറച്ച് നീങ്ങുന്നു. സൂര്യൻ നോർത്തിലായതുകൊണ്ടാണ് ലാറ്റിറ്റ്യൂഡ് എല്ലാം എങ്ങോട്ട് നീങ്ങിയത്? നോർത്തിലോട്ട് നീങ്ങിയത്. സൂര്യൻ സൗത്തിലായിരുന്നെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എല്ലാം എങ്ങോട്ട് നീങ്ങും? സൗത്തിലോട്ട് നീങ്ങും.
നീങ്ങും. അപ്പൊ ചൂട് പിടിച്ചപ്പോഴ് അവിടെയുള്ള അക്ഷാംശമെല്ലാം ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് നീങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും ഇടയിൽ ഒരു കാറ്റുണ്ട്. ഏത് കാറ്റായിരുന്നു? ഏത് കാറ്റ് പറഞ്ഞേക്കണം നമ്മള്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അല്ലേ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ശ്രദ്ധിക്കുക, ഏത് ട്രേഡ് വിൻഡ് ആണ്? സൗത്ത് ഈസ്റ്റ്. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുണ്ട്. ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ITCZ ക്രോസ് ചെയ്യുന്നു. ITCZ ഓർമ്മയില്ലേ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ITCZ. അതായത് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും സംയോജിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ITCZ എന്ന് പറയുന്നത്. ഈ ITCZ ആര് ക്രോസ് ചെയ്യുന്നു? ട്രേഡ് വിൻഡിന്റെ പേര് മാറിപ്പോവരുത് കേട്ടാ, വാണിജ്യവാദങ്ങളുടെ പേര് മാറിപ്പോവരുത്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങള് ITCZ ക്രോസ് ചെയ്യുന്നു. ഓക്കെ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ഹെമിസ്ഫിയർ മാറിയില്ലേ? ആദ്യം സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അല്ലെ? നമ്മുടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. പക്ഷേ ഈ ITCZ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്ത് മാറി? ഹെമിസ്ഫിയർ മാറി അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയറിലായി. കൊറിയോളിസിസ് ഫോഴ്സ് പ്രകാരം ഉത്തരാർദ്ധ ഗോളത്തിൽ ഒരു വസ്തു എത്തിയാൽ, നോർത്തേൺ ഹെമിസ്ഫിയർ ഒരു വസ്തു എത്തിയാൽ അതെല്ലാം എങ്ങോട്ട് തിരിയും? റൈറ്റിലോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുന്നു. അപ്പൊ ഇവിടെ എത്തിയ സംഭവം ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് തിരിയും? റൈറ്റിലോട്ട് തിരിയും. റൈറ്റിലോട്ട് തിരിയുമ്പോൾ അതിന്റെ ദിശ മാറി. ദിശ വന്നിട്ട് എന്തായിട്ട് മാറും? സൗത്ത് വെസ്റ്റ്, എന്താ പറയാ, സൗത്ത് വെസ്റ്റ് വിൻഡ് ആയിട്ട് മാറും. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്തായിട്ട് മാറുകയാണ്? സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ ഇങ്ങനെയാ വരച്ചേക്കണം. ഇങ്ങനെയല്ലേ വരച്ചേക്കണത്? സൗത്ത് വെസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നോക്കിയേ, നമ്മൾ ഡയറക്ഷൻ പഠിച്ചിട്ടുണ്ട്. മുകളിലുള്ള നോർത്തും വടക്കുമായിട്ടുള്ള സൗത്ത് തെക്കാണ്. ഇവിടെയുള്ളതോ വെസ്റ്റ് പടിഞ്ഞാറ്, ഇപ്പുറ സൈഡിൽ ഈസ്റ്റ് ആണ്. ഇനി ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ എന്താ വിളിക്കുക? സൗത്ത് വെസ്റ്റ് അല്ലെ? നമ്മുടെ തെക്ക് പടിഞ്ഞാറെന്ന് വിളിക്കുക. ഇതേപോലെ ഞാൻ വരച്ചേക്കണത്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ITCZ ക്രോസ് ചെയ്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തിയാൽ കൊറിയോളിസിസ് ഫോഴ്സ് പ്രകാരം അതിന്റെ ഡയറക്ഷൻ മാറും, പേരും മാറും. പേര് വന്നിട്ട് എന്തായിട്ട് മാറുക? ഡയറക്ഷനും പേരും വന്നിട്ട് എന്തായിട്ട് മാറിയ? സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറുക. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആയിട്ട് മാറണം. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും എന്താ നമ്മൾ പറഞ്ഞത്? നമ്മുടെ സൂര്യൻ മൊത്തം എർത്തിന്റെ ചരിവ് കാരണം സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശം എല്ലാം നോർത്തിലോട്ട് കുറച്ച് നീങ്ങുന്നു. അപ്പൊ അടിയിൽ നിന്നൊരു കാറ്റ് വരുന്നുണ്ടേ, ആ കാറ്റാണ് എന്ന് പറയുന്നേ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദം. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ITCZ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെമിസ്ഫിയർ മാറി, നോർത്തേൺ ഹെമിസ്ഫിയർ ആയി. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കൊറിയോളിസിസ് ഫോഴ്സ് പ്രകാരം അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാവും എന്ന് പറയണത്? സൗത്ത് വെസ്റ്റ് ആവും, തെക്ക് പടിഞ്ഞാറാകും. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് മഴ ലഭിക്കുന്നത് പറയാൻ പോണ കേട്ടാ. നമ്മുടെ ഇന്ത്യ എവിടെയാണെന്ന് വെക്കാം കേട്ടാ. ഇവിടെ ആണെങ്കിൽ ഈ കാറ്റ് വരുന്നുണ്ട്. ഈ കാറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ സമ്മർ സീസൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ടെമ്പറേച്ചർ ആയിരിക്കും? സമ്മർ സീസൺ ആകുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ്. ഇവിടെ എന്ത് ടെമ്പറേച്ചർ ആയിരിക്കും? ലോ ടെമ്പറേച്ചർ ആണ്. പ്രഷർ അപ്പൊ പറഞ്ഞത് നിങ്ങള്, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ എന്ത് പ്രഷർ ആയിരിക്കും? ലോ പ്രഷർ. ഇവിടെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ എന്ത് പ്രഷർ ആയിരിക്കും? ഹൈ പ്രഷർ അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ ടീച്ചർ പറയാൻ കാരണം ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീതാനുപാതമാണ് അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് വരുന്ന കാറ്റ് എങ്ങനെയായിരിക്കും വീശ? ഇവിടെ നിന്ന് ഇവിടേക്കായിരിക്കോ? അല്ല. കാരണം എന്താ? ഹൈ പ്രഷർ ഓഷ്യനിലും ലോ പ്രഷർ ആണ് ലാൻഡിൽ അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ ഓഷ്യനിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് വീശുന്നു. ഓഷ്യനിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് വീശുമ്പോൾ ഈ ഓഷ്യനിൽ നിന്ന് വരുന്ന കാറ്റിന് എന്ത് കൂടുതലാണ്? മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ മഴ എന്ന് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ പീരിയോഡിക് വിൻഡ് രണ്ട് രീതിയിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലേ. ഒന്ന് സീസണലും മറ്റൊന്ന് ഡ്യൂറലുമാണ്. അപ്പൊ സീസണൽ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ഏതാണ്? മൺസൂൺ ആണ്. ഡ്യൂറൽ എക്സാമ്പിൾ ആണ് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, മൗണ്ടെയിൻ ബ്രീസ്, വാലി ബ്രീസ്. ഓക്കെ, അതില് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. എക്സാമിന്
ചോദിക്കൂട്ടാ. എന്താണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാല്? സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, പകൽ സമയങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ, പകൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന ആളാണ് എന്ന് പറയുന്നത് സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേരിൽ നിന്ന് തന്നെ ആൻസർ പഠിക്കാം കേട്ടോ. സീ ബ്രീസ് ആണ്, കടൽ കാറ്റാണ്. അപ്പൊ ആദ്യം ആര് എഴുതാ? സീ എഴുതി. സീയിൽ നിന്ന് ലാൻഡിലോട്ട് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് സീ ബ്രീസ്. അപ്പൊ എവിടെയായിരിക്കും നമ്മുടെ പ്രഷർ എവിടെയായിരിക്കും കൂടുതല്? മർദ്ദം എവിടെയായിരിക്കും കൂടുതല്? സീയില് ഹൈ പ്രഷറും ലാൻഡില് ലോ പ്രഷറും ആയിരിക്കും. കൂടിയ മർദ്ദം കടലിലും കുറഞ്ഞ മർദ്ദം കരയിലും ആയിരിക്കും. അതുകൊണ്ടാണ് കാറ്റ് എവിടെ നിന്ന് ഇടയ്ക്ക് വീശുന്നേ? സീയിൽ നിന്ന് ലാൻഡിലോട്ട് വീശുന്നേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്താണ് കടൽ കാറ്റുന്നതാണ്, ഏത് സമയത്താണ്? പകൽ സമയത്താണ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ലാൻഡ് ബ്രീസ്. സീ ബ്രീസ് രാവിലെ ആണെങ്കിൽ ലാൻഡ് ബ്രീസ് എപ്പോഴായിരിക്കും? രാത്രി സമയങ്ങളാണ്. പേരിൽ നിന്ന് ആൻസർ എഴുതിയേ. ലാൻഡ് ബ്രീസ്, ലാൻഡ് ആണ് ആദ്യം അല്ലെ? അപ്പൊ ലാൻഡ് ആദ്യം എഴുതി, പിന്നെ സീ എഴുതാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലാൻഡിൽ നിന്ന് സീയിലോട്ട്, കരയിൽ നിന്ന് കടലിലോട്ട് വീശുന്ന കാറ്റാണ് എന്ത് പറയണത്? ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കരയിൽ നിന്ന് കടലിലോട്ടാണ്. അപ്പൊ എവിടെയായിരിക്കും ഹൈ പ്രഷർ? ലാൻഡില് ഹൈ പ്രഷറും സീയില് ലോ പ്രഷറും ആയിരിക്കും. അതായത് നമ്മുടെ കരയിൽ എന്താണ്? കൂടിയ മർദ്ദവും കടലിൽ എന്താണ്? കുറഞ്ഞ മർദ്ദവും ആയിരിക്കും. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് എവിടേക്ക് വീശും? നമ്മുടെ ലാൻഡിൽ നിന്ന്, കരയിൽ നിന്ന് കടലിലോട്ട് വീശുന്ന കാറ്റാണ് ഏത് കാറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. എസ്എ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്ന ഭാഗം പ്രഷർ ബെൽറ്റ് ചോദിക്കാറുണ്ട്. പ്രഷർ ബെൽറ്റ് ചോദിച്ചില്ലെങ്കിൽ അവിടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് പ്ലാനറ്ററി വിൻഡ്സ് ആണ്. മർദ്ദമേഖലകൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ ചോദിക്കാറുണ്ട് എസ്എ ആയിട്ട്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. കൊറിയോളിസ് ഫോഴ്സും ഫെറൽ ലോയാണ്. കൊറിയോളിസ് ബലവും അല്ലെങ്കിൽ ഫെറൽ നിയമവുമാണ് ചോദിക്കാറ്. അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്നത് സീ ബ്രീസും ലാൻഡ് ബ്രീസും ആണ്. പിന്നെ 6 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ഇമ്പോർട്ടന്റ് പറഞ്ഞ ടോപ്പിക്സുകൾ നിർബന്ധമായി നോക്കണം. പ്രഷർ ബെൽറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.